ബാക്ടീരിയക്ക് എന്താ പ്രയോഗിച്ചത്? ഫംഗസിന് എന്താ പ്രയോഗിച്ചത്? കണ്ടോ, പച്ചക്ക് വെല്ലുവിളിക്കാണ്. അങ്ങനെ ഇസ്ലാം സ്വല്ലം പറഞ്ഞിട്ടില്ല, അലിമിലെല്ലാം കരിമ്പിലാക്കൽ. കണ്ടില്ലേ? അപ്പൊ ഹദീസ് ദഹിക്കുന്നില്ലവർക്ക്. ഇതാ പ്രശ്നം. ഇതേ ഹദീസ് നിഷേധപ്പ പടിയെത്തി. നിയമത്തുള്ള ഫാറൂഖി താടി നീട്ടിയാൽ ഉലുവാണ്. കേട്ടില്ലേ നിങ്ങള്? അല്ലേ? എന്ന് മാത്രല്ല, പെണ്ണുങ്ങൾ മുഖം മറച്ച പൂട്ടുംകുറ്റി വായി കെട്ടി ഭരിഞ്ഞ് കെട്ടു തന്നെ പരിഹസിച്ചു. വസ്ത്രം കയറ്റി കൊടുക്കുന്നതിനെ പരിഹസിച്ചു. ഒലുവാണ്, അതിൽ കവിയലാന്ന് പറഞ്ഞു. സഫ് നിൽക്കുന്നതിനെ പരിഹസിച്ചു. എന്നിട്ടോ കാലത്ത് അടുത്ത് വെച്ചാല് ചില പശുക്കളുണ്ടല്ലോ, ആ കിട്ടിലാണ് തൊട്ട കാലിങ്ങനെ എന്നാ മാരിയപ്പ ചില ആൾക്ക് നിൽക്കരിക്കാൻ തന്നാ കാലം വെച്ചാൽ നാവമട ഊരാണെങ്കിൽ അങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ടും പോകും. എന്തൊരു കഷ്ടാണ്. അള്ളാന്റെ റസൂല് സവ്വു സുഫൂഫക്കും, സഫ് ശരിയാക്കണം. സദ്ദുൽ ഫുറജ്, ഗ്യാപ്പ് അടച്ചു നിൽക്കണം. തറാസു, തീരെ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ഇതങ്ങോട്ട് കേട്ടാൽ സഹാബികൾ പറയാണ്, വകാന അഹദുനാ യുൻസികു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി. ഞങ്ങളിൽ ഒരാൾ അവന്റെ ചുമൽ തൊട്ടടുത്തവന്റെ ചുമലിനോട് ഒട്ടിച്ചു വെക്കും, പാദം പാദത്തോട് ഒട്ടിച്ചു വെക്കും. അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോ അത് തീവ്രതയായി. കാലങ്ങോട്ട് കൊണ്ടുപോകും. കള്ളത്തിപ്പൈകളെ അകിട്ട് തൊട്ട മാതിരിയാ. എന്തൊരു അവസ്ഥ ആലോചിക്കുകള്. കളിയാക്കണ ഇവര്. കാലുമ ചവിട്ടല. അപ്പൊ സഫുക്കല് ആര്? ഈ നിയമത്തുള്ള വിരലനക്കുന്നതിനെ ഇപ്പൊ ചില ആള് നിക്കരിക്കാൻ തന്ന JCB മാതിരിയാ പരിഹസിക്കാണ്. ആര്? ഈ നവമടവൂരികൾ. മുഷ്ടി ചുരുട്ടി എഴുന്നേൽക്കുന്നതിനെ പരിഹസിക്കുന്നു. മടവൂരികൾ അതേ പാതയിൽ സുഹൃത്തുക്കളെ ഇപ്പൊ ഇവരും എത്തി. അതുകൊണ്ട് ഹദീസ് നിഷേധം മറച്ചു വെക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ശിർക്കാരോപണം മടവൂർ വിഭാഗം കൊണ്ടുവന്നത്. അതേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഇവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ എന്താണെന്നറിയോ നമുക്കെതിരെ തെളിവ്? മുജാഹിദുകൾ ശിർക്കിലേക്ക് വന്ന തെളിവെന്താ? ജിന്നമ്പലത്തിന്റെ ക്ലിപ്പ്. ചേറ്റുവയിലെ ജിന്നമ്പലം, പൊന്നാനിയിലെ ജിന്നമ്പലം, അവിടെ മുസ്ലിം ജിന്നിനെ പൂജിക്കുന്നുണ്ട്, മുസ്ലിം ജിന്നിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഏഷ്യാനെറ്റിൽ വന്ന വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പങ്ക്തി, അതിൽ അഭിമുഖം. ജോബിച്ചേട്ടന്റെ ക്ലിപ്പ്. ജോബിച്ചേട്ടൻ ജിന്നിനെ വിളിക്കാറുണ്ടോ? എന്നെ വിളിക്കാറുണ്ട്. മുസ്ലിം ജിന്നാണ്, മുസ്ലിം ജിന്നാണ്. അടുത്ത കല്യാണിക്കുട്ടി, കല്യാണി ചേച്ചി വിളിക്കാറുണ്ട്. എന്നെ വിളിക്കാറുണ്ട്. അടുത്തത് അനസറിന്റെ ക്ലിപ്പ്. അനസ് മുസ്ലിയാരും മുവഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്നതിന്റെ ക്ലിപ്പ് ഇടുന്നതിന് മുമ്പ് പറയും, പിന്നെ ജിന്നിനെ ആരെങ്കിലും വിളിക്കാറുണ്ടോന്നാ അപ്പൊ ചോദിക്കണേ, എന്നാ കണ്ടോളി എന്ന് പറഞ്ഞ കണ്ടങ്ങള്. അപ്പൊ ജോബിച്ചേട്ടന്റെയും പീതാംബരന്റെയും കല്യാണിക്കുട്ടിയുടെയും വാക്കാണോ ഞങ്ങൾക്കുള്ള തെളിവ്? നിങ്ങൾ ആശയ ദാരിദ്ര്യമാണിത് കാണിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ജിന്നിനെ വിളിക്കണവരാരും ഈ ലോകത്തില്ല, ഈ കേരളത്തിൽ ആരും ജിന്നിനെ വിളിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമല്ല. പക്ഷേ മുവഹിദുകൾ അതിലേക്ക് പോയിട്ടില്ല, മുവഹിദുകൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നിട്ട് സുഹൃത്തുക്കളെ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താ അറിയോ? ഖുറാഫികളെ റാത്തീബിന്റെ ക്ലിപ്പ് ഒന്ന് കാണിച്ചു കൊടുക്ക്. سيدي شيخي حاضروا يا حاضروا شيخي يا رسول الله حاضروا الله حاضروا يا حاضروا المجلس حاضروا. സർവ ഖുറാഫാത്തുകളും ഇപ്പോ ജനങ്ങൾ കൈയൊഴിച്ച ഖുറാഫാത്തൊക്കെ താളമേളങ്ങളോടുകൂടി കാസറ്റ് ഇറക്കി ജനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് മുസ്ലിയാക്കൾ നടന്ന. അവരിറക്കിയ കാസറ്റാ ഇതൊന്ന് ക്ലിപ്പിടുകയാണ് മുസ്ലിയാര്. കത്തിക്കുത്ത് റാത്തീബിന്റെ ക്ലിപ്പ്. എന്നിട്ട് എന്താ ചോദിക്കണത്? ഹാലിറു യാ ഹാലിറു ഇമ്മജ്ലിസിൽ ഹാലിറു അംബിയകുല്ലും ഹാലിറു ഔലിയകുല്ലും ഹാലിറു. എന്നിട്ട് മുസ്ലിയാർ നാടകണ്ട്. ശിർക്കാണോ 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 ശിർക്കാണോ? ഈ നാടൻ സർക്കസ് ഏരില്ലേ, സർക്കസ് കമ്പനി പൊളിഞ്ഞാൽ പിന്നെ 3-4 സർക്കസ് ആയി മാറും അത്. എന്നിട്ട് ഇങ്ങനെ ഓരോ നാട്ടും പ്രദേശത്ത് പോയിട്ട് ഇതൊക്കെ വലിച്ചു കെട്ടി ആരാന്റെ അമ്മ പറ്റ മക്കളൊക്കെ ഒന്ന് കൈയടിച്ചാട്ടെ, അപ്പൊ എല്ലാവരും കൈയടിക്കും. നല്ല കുട്ടികളൊക്കെ ഒന്ന് കൈയൊന്നിച്ചാട്ടെ. ഈ ജാതി നാടകക്കാരന്റെ സർക്കസ് എന്നീ കളിയാ. ശിർക്കാണോ ശിർക്കാണോ? അപ്പൊ ശിർക്കാരോപണം കേട്ട് ധരിച്ചിരിക്കല്ലേ. എന്നിട്ട് പറയും ഞമ്മക്ക് ശിർക്കാണ്, ഹാലറായിനെ വിളിച്ചാലും ഞമ്മക്ക് ശിർക്കാണ്. ജിന്നൂരികൾക്ക് ശിർക്കല്ല. അവര് പറഞ്ഞ ഹാലറാണെങ്കിൽ ശിർക്കാവില്ല.
ഞങ്ങൾ പറഞ്ഞു ഹാദറായി മുമ്പിലുള്ളവനോട് പടച്ചവനോട് ചോദിക്കേണ്ട കാര്യം ചോദിച്ചാലും അത് ശിർക്കാണ്. ഈ ഖുറാഫി ചോദിക്കുന്ന ആരോടാ? മരിച്ചുപോയ അമ്പിയാവുലിയാക്കളോടാണ്. അത് ശിർക്കാണെന്നതിൽ ആർക്കാ സംശയം? ഹാദറാക്കി വിളിച്ചാൽ ശിർക്കാവൂലെന്നുണ്ടോ? മാത്രല്ല 2012 വരെ നമ്മൾ കൊടുത്ത മറുപടി എന്താ? മരിച്ചവർക്ക് ഇവിടെ ഹാദറാകാൻ കഴിയില്ല, അമ്പിയാക്കൾക്കും കഴിയില്ല, ഔലിയാക്കൾക്കും കഴിയില്ല, ഹാദറാക്കാനും കഴിയില്ല. ഈ മറുപടിയാണ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത്. ഇതാണ് ഇപ്പൊ ഞങ്ങൾക്കെതിരുള്ള ക്ലിപ്പ്. ഇനി വേറെ ക്ലിപ്പ് കണ്ടോളൂ. നമുക്കെതിരുള്ള ക്ലിപ്പ് യാ ജിബ്രീൽ യാ മീകായിൽ, മലക്കുകളെയാണ് ഹാദറാക്കി വിളിക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ്. يا جبريل يا ميكائيل يا إسرافيل يا أزرائيل يا جبريل يا ميكائيل يا إسرافيل يا أزرائيل يا جبريل يا ميكائيل يا إسرافيل يا أزرائيل يا جبريل يا ميكائيل يا إسرافيل يا أزرائيل. കണ്ടോ? ഇതും മറ്റൊരു ഖുറാഫിയുടെ ക്ലിപ്പാ. ഇതെന്തിനാണെന്നറിയോ? നമ്മളിപ്പോ മലക്കിനെ വിളിക്കാൻ തുടങ്ങിയെന്ന് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇതിന് ഇവരിഞ്ഞ് എന്താ മറുപടി പറയാ? ഞങ്ങൾ ആകെ കുടുങ്ങി, ഒന്ന് മറുപടി പറഞ്ഞു തരണേ. എന്തൊരു നാണക്കടലച്ചൊക്കും. ഞങ്ങളാരോട് മലക്കിനെ വിളിക്കാന്ന് പറയണ്ടോ? ഹാളറായാലും ആയിബായാലും മലക്കിനെ ചെന്നും വിളിക്കാൻ പാടില്ല എന്നാ നമ്മൾ പറയുന്നത്. മലക്കെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. കാറ്റടിപ്പിക്കുന്ന മലക്കെ കാറ്റ് നിർത്തണമെന്ന ശിർക്കാണ്. മഴ പെയ്യിപ്പിക്കുന്ന മലക്കെ മഴ നിർത്തണമെന്ന ശിർക്കാണ്. മലക്കുൽ മൗത്തെ ആയുസ് കേട്ടിട്ടുണ്ടെന്ന ശിർക്കാണ്. ഞങ്ങൾക്ക് സംശയമല്ല. എന്നാ സുഹൃത്തുക്കളെ, ഞങ്ങൾക്കെതിൽ ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുണ്ടല്ലോ, ഇയാള് മലക്കിനെ വിളിക്കാം എന്ന് പറഞ്ഞ ക്ലിപ്പ് ഞങ്ങളെ കയ്യിലുണ്ട്. ഇത്ര കാലം ഞങ്ങൾ ഇട്ടിട്ടില്ല. എന്നാ ഞാൻ ഇടുകയാണ്, കേട്ടോളി. ആറ്റിങ്ങൽ വെച്ചിട്ട് ഇയാള് പറയാ, അപ്പൊ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ അള്ളയല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അത് ശൗക്കാരിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ശൗക്കാരി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നാരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി. ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം. അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറിയിരിക്കുമ്പോ ഭാര്യ അടുക്കളയിലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല, ഭാര്യയുള്ളത്, മോളെ ആ ഷോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. മലക്കിനെ കാണുന്നുണ്ടോ? ഇല്ല. മലക്കിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ്. ചോദിക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ യാ ജിബ്രീൽ യാ മീകായിൽ ആർക്കാ ഫിറ്റാകുക? ഞങ്ങൾക്കാ തന്നെ. ആർക്കാ ഫിറ്റാകുക? അപ്പൊ ഇതൊക്കെ തിരിച്ച് അങ്ങോട്ട് ബൂമറാങ്ങാ നിങ്ങളെ തെളിവുകള്. ഇങ്ങോട്ട് വന്ന അതേ രീതി അങ്ങോട്ട് തിരിച്ചടിക്കും. ബാക്കി കേട്ടോളി. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു. അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ശോകനങ്ങള് ശിർക്കല്ല എന്ന് പറഞ്ഞില്ല ഈ പുകില്. ഇത് തെറ്റല്ല, കുറ്റകരമല്ല. ഒരു ശബ്ദം കേട്ടു, ആളുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ ആളെ കാണുന്നില്ല. അവിടെ മലക്കുണ്ട്, മലക്കിന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ ചോദിക്കാം, അത് തെറ്റല്ല. ഹാജറ ബിബി സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം നമ്മൾ പറഞ്ഞെന്താ? ചോദിക്കാൻ അത് തെളിവല്ല. പക്ഷെ ഹാജറ ബിബി ചിർക്കി ഇതൊന്നും പറയാൻ പറ്റൂല. നമ്മുടെ ശരീരത്തിൽ മലക്കിനോടോ ജിന്നിനോടോ എന്തെങ്കിലും ചോദിക്കുന്ന ഒരു സംഗതിയുമില്ല എന്നാണ് നമ്മൾ ഇത്രകാലം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ. ഇവിടെ ആരെങ്കിലും ജിന്നിനെ വിളിക്കാനോ മലക്കിനെ വിളിക്കാനോ പറയുന്നില്ല. പറയുമെന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. ഞങ്ങൾ അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്നാ പറയുന്നത്. എന്താ സുഹൃത്തുക്കളെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ? ഖുർആനിലോ ഹദീസിലോ തെളിവില്ലാത്തതും
പിൽക്കാലത്ത് ആരെങ്കിലൊക്കെ കടത്തിക്കൂട്ടിയതുമായ വിശ്വാസമാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഞങ്ങളൊരു അന്ധവിശ്വാസത്തിലേക്കും പോയിട്ടില്ല. അന്ധവിശ്വാസത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഒരു തരിക്കും സാധ്യമല്ല. കാരണം എന്താ? പ്രമാണങ്ങളിൽ നിൽക്കുന്നവരാ ഞങ്ങള്. മുജാഹിദ് പ്രവർത്തകൻ ഒരിക്കലും അന്ധവിശ്വാസത്തിലേക്ക് പോവുകയില്ല. നിങ്ങൾ ആലോചിച്ചോക്കെ, ജിന്നുബാധ അന്ധവിശ്വാസമാണോ? സിഹ്റുബാധ അന്ധവിശ്വാസമാണോ? അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞതാ. ഇപ്പൊ KJ ഇറക്കിയിട്ടുള്ള റുഖിയ ശർഇയ്യ എന്ന പുസ്തകത്തിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ തിന്നുന്നവൻ നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുന്നത് പിശാച് ബാധ മൂലം, പിശാച് മറിച്ചു വീഴ്ത്തിയവൻ എഴുന്നേറ്റ് വരുന്നത് പോലെയായിരിക്കും. ഈ ആയത്ത് പിശാച് ബാധയുണ്ടാകും, പിശാച് മത്സ്യത്തിൽ പ്രവേശിക്കുന്ന തെളിവായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. തഫ്സീറുകളിലൊക്കെ, തൊബരിയിലാകട്ടെ ഖുർത്തുബിയിലാകട്ടെ, എല്ലാ തഫ്സീറുകളിലും അഹ്ലുസുന്നത്ത് തഫ്സീറിലൊക്കെ ഇതെടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹിന്റെ സഹാബിയായിരുന്ന ഉസ്മാൻ ബിൻ അബിൽ ആസ്, അദ്ദേഹം ത്വായിഫിലെ ഗവർണറായിരുന്നു. ഗവർണർ എന്ന് പറഞ്ഞ